നമസ്കാരം. മുഖ്യമന്ത്രിയുടെയും മകളുടെയും മരുമകന്റെയും ഒക്കെ വസതിയിൽ ED റെയ്ഡിനെത്തിയത് CPIM ഒട്ടും നനച്ചിരിക്കാത്ത സമയത്തായിരുന്നു. വലിയ പരാജയമുണ്ടായി. അതിൻ്റെ നാണക്കേടിൽ നിന്നും ഒരു വിധത്തിൽ തലപൊക്കി പുറത്തേക്ക് വരാൻ പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇന്നലെ ഇടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് 102 സീറ്റ് നേടി എന്നത് വലിയ കാര്യമൊന്നുമല്ല, അതുകൊണ്ട് CPM തീർന്നെന്നാരും കരുതണ്ട, എല്ലാം ജനത്തിന് പിടികിട്ടുമെന്നൊക്കെയാണ്. അങ്ങനെ പതിയെ തലപൊക്കി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി തല നോക്കി അടി കിട്ടിയത്. പിണറായി വിജയനെയും മകളെയും ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും അവരുടെ വീട്ടിൽ കയറി. വീടിന് പുറത്തേക്ക് ആർക്കും ഇറങ്ങാൻ കഴിയുന്നില്ല. പിണറായിയുടെയും ഭാര്യയുടെയും മകളുടേതുമടക്കം വീട്ടിലുള്ള സകലരുടെയും മൊബൈൽ ഫോൺ EDയുടെ കസ്റ്റഡിയിലാണ്. ആരെയും ഒരു വിവരവും അറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ വളഞ്ഞ് ചോദ്യം ചെയ്യുന്നു. പിണറായിയുടെ മകളെ ഇതിനു മുൻപ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും പിണറായിയെ ആദ്യമായാണ് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത്. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ പ്രതി ചേർന്ന് തുടങ്ങിയതാണ് പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം. അന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടോ അതോ അന്വേഷണ സംഘം പിണറായിയെ സഹായിച്ചോ എന്ന് ആർക്കും അറിയില്ല. അനേകം കേസുകൾ പ്രതിയായിട്ടും അനേകം അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും പിണറായിയെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അത് ഇന്നാണ് സംഭവിക്കുന്നത്. ഇതോടെ CPM അടിമുടി ഭയന്നുപോയി. കണ്ണൂരിലെ സഖാക്കൾക്ക് വിവേകം അല്പം കുറവായതുകൊണ്ട് അവർ അപ്പോൾ തന്നെ ഇരച്ചെത്തി. പാർട്ടി ഗ്രാമങ്ങളെ നിയന്ത്രിച്ചുള്ള പരിചയം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി KK രാഗേഷും മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ P ജയരാജനും അടക്കം ഒട്ടുമിക്ക നേതാക്കളും അണികളെ കൂട്ടി കണ്ണൂർ ധർമ്മടത്ത് പിണറായി വിജയന്റെ വസതിക്ക് ചുറ്റുമെത്തി EDയെ വെല്ലുവിളിച്ചു തുടങ്ങി. എന്നാൽ ഗേറ്റിന് പുറത്ത് സുരക്ഷിതമായി ഒരകലമിട്ടാണ് ഈ വെല്ലുവിളി. കാരണം കാവൽ നിൽക്കുന്ന കേന്ദ്ര സേനാംഗങ്ങളുടെ കയ്യിലെ യന്ത്രത്തോക്കുകൾ ഇവരൊക്കെ ആദ്യം കാണുകയാണ്. ഇതുവരെ വാർത്തകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള അത്യാധുനിക യന്ത്രത്തോക്കുകളോട് ഒരു പേടിയുള്ളതുകൊണ്ട് അല്പം മാറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ണൂരിലെ സഖാക്കളുടെ ആവേശം അതിനുശേഷം തിരുവനന്തപുരത്തും പടർന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയെയും മകളെയും ഭാര്യയെയും ഒക്കെ അകത്താക്കി റെയ്ഡ് നടത്തിയിട്ടും പകച്ചു നിന്ന സഖാക്കൾ പതിയെ വീടിന്റെ പരിസരത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസും ജില്ലാ സെക്രട്ടറി ജോയിയും ഒക്കെ തിരുവനന്തപുരത്തെ വാടക വീടിന്റെ ഗേറ്റിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിടാൻ തീരുമാനിച്ചു. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ആലോചന. ആ പ്രതിഷേധം വേണ്ടതുപോലെ സ്വാഭാവികമായി കത്തിപ്പടരാത്തത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി അടിയന്തരമായി ജനങ്ങളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞത്. 10 വർഷമായി തെരുവിലിറങ്ങി ശീലമില്ലാത്തത് മാത്രമല്ല, കയ്യിൽ കിട്ടിയാൽ പോലീസ് തല്ലി എല്ലൊടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എത്ര സഖാക്കൾ പിണറായിക്ക് വേണ്ടി തെരുവിലിറങ്ങുമെന്ന് കണ്ടറിയണം. എന്നാലും പാർട്ടി സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഹർത്താലിന് തുല്യമായ സാഹചര്യമൊരുക്കാനാണ് CPMന്റെ ആഹ്വാനം. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലവിളിയും മോങ്ങലും മാത്രമല്ല, ക്യാപ്സ്യൂൾ നിർമ്മാണവും തകൃതിയിൽ നടക്കുന്നുണ്ട്. മോദിയുടെ പോലീസ് വന്ന് റെയ്ഡ് നടത്തുമ്പോൾ സതീശിനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് ഏത് 8ാം ക്ലാസ്സുകാരനും ഗുസ്തിക്കാരനും അറിയാം. പക്ഷേ മോദിയെ തെറി പറഞ്ഞാൽ പണി കൂടുതൽ കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് തെറി മുഴുവൻ VD സതീശനാണ്. VD സതീശൻ ഇന്നലെ പോയി പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ടാണ് ഇന്ന് രാവിലെ 5 മണിക്ക് റെയ്ഡ് നടത്തിയത് എന്നാണ് ഇവരുടെ വർത്തമാനം. ED റെയ്ഡ് നടത്തണമെങ്കിൽ വേണ്ടത്ര ഒരുക്കമുണ്ടാവണം എന്ന് അറിയാത്തത് കൊണ്ടല്ല, എല്ലാ ഒരുക്കങ്ങളുമായി ED കാത്തിരിക്കുകയായിരുന്നു ഹൈക്കോടതി വിധിക്ക് വേണ്ടി എന്നറിയാത്തത് കൊണ്ടല്ല. ഇന്നലെ ഹൈക്കോടതി അന്വേഷണം തുടരാൻ ഒരു തടസ്സവും ഇല്ല എന്ന് വിധിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് സ്റ്റേ വാങ്ങുന്നതിന് മുൻപ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിരുന്നു ഇന്നത്തെ പരിശോധന. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിക്ക് പോയതുകൊണ്ട് പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂൾ കിട്ടി. BJP കോൺഗ്രസ് ഡീല്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആവേശത്തോടെ അത് പറഞ്ഞു. വളരെ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി കഴിയുക. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി BJPയും കോൺഗ്രസും ചേർന്ന് നേരത്തെ തന്നെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. CPMനെ തകർക്കുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക് വോട്ടിങ്ങിലൂടെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട്
CPM-നെ ദുർബലപ്പെടുത്താൻ, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. CPM-നെ ഇല്ലാതാക്കാൻ ആരും ആഗ്രഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പരാജയത്തിന് നാണക്കേട് കൊണ്ട് ഇതുവരെ തലപൊക്കാതിരുന്ന മുൻ ബുദ്ധിജീവി മന്ത്രി MP രാജേഷും രംഗത്തെത്തി. കോൺഗ്രസ് BJP ഡീൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് കളമൊരുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ CPM BJP ഡീൽ എന്ന് ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ. ഡീല് നേരത്തെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായി BJP വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കാൻ. അതിനുശേഷമുള്ള വേട്ട ഇപ്പൊ നടക്കുകയാണ്. ശാന്തശീലനായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി പറഞ്ഞത്, ഇതിനു മുൻപും സഖാവ് ജയിലിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്, ഇതൊന്നും കാട്ടി ആരും പേടിപ്പിക്കേണ്ടെന്നാണ്. ബുദ്ധിമുട്ടിക്കാം, ഭയപ്പെടുത്താം എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് CPIM-നെയോ പിണറായി വിജയനെയോ അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീകരമായ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ MLA ആണ്, ചെറുപ്പക്കാരനായ MLA ആണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല ദുരാരോപണങ്ങളും, വിദേശ ചാരന്മാരാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM-നെ വേട്ടയാടാൻ കോൺഗ്രസ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ BJP കോൺഗ്രസ് ഡീൽ എന്ന നിലയിലേക്ക് ഇവർ ഒറ്റയടിക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. മോദിയെയും അമിത്ഷായെയും ഒക്കെ സന്ദർശിക്കാൻ ഡൽഹിയിൽ പോയ VD സതീശൻ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഈ റെയ്ഡ് നടന്നതുകൊണ്ട് അവർക്ക് പറയാൻ ഒരു കാരണമായി. പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചോദിച്ചതുപോലെ റിയാസ് കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള കേസിൽ എന്തിന് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്ന്. എൻ്റെ പൊന്നു സഖാവെ, റെയ്ഡ് നടത്തുന്നത് കല്യാണം കഴിച്ചതിൻ്റെ സമയം നോക്കിയല്ല. കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ രേഖ എവിടെയെങ്കിലുമൊക്കെ മറച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയാണ്. റിയാസ് ആകെ വിഷണ്ണനായി കോഴിക്കോട് പാർട്ടി ഓഫീസിൽ നിന്ന് ഇങ്ങനെ എഴുതി, വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷെ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെ പോരാടും. ഇത്തരത്തിലുള്ള നിലവിളികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും അത് അടക്കി വെച്ചുകൊണ്ട് KK ശൈലജ ടീച്ചർ ഇങ്ങനെ കരഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതം. ഇത്തരം റെയ്ഡ് കൊണ്ട് CPM-നെ ഇല്ലാതാക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും ഒത്തുകളി ജനങ്ങൾ മനസ്സിലാക്കും. സഖാവ് പിണറായിക്കും കുടുംബത്തിനുമെതിരെയുള്ള ഗൂഢാലോചനയെ ശക്തമായി അപലപിക്കുക, CPM-നെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അണിനിരക്കുക. ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ ശൈലജ ടീച്ചറിനുമില്ല. ഏറ്റവും വലിയ വേദന വീണ ജോർജിനാണ്. പിണറായി വിജയൻ എന്ന സഖാവിന്റെ കരുണ കൊണ്ട് മാത്രം 2 തവണ MLA-യും 1 തവണ മന്ത്രിയുമായതിന്റെ കൂറ് മറക്കാൻ പറ്റില്ലല്ലോ. പ്രിയ സഖാവെ, ഒപ്പം ഇക്കാലം അത്രയും പലതരത്തിൽ നേരിട്ടും മറഞ്ഞിരുന്നും ആക്രമിച്ചില്ലാതാക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടു. എല്ലാ നുണക്കോട്ടകളെയും തകർത്തെറിഞ്ഞ് നേരിൻ്റെ ആ രാഷ്ട്രീയ ജീവിതം ഇവിടെ തെളിമയോടെ തന്നെ നിൽക്കും. ഇത് വായിച്ച് ഞാനും കരഞ്ഞു പോയെന്ന് പറയട്ടെ. എല്ലാ നുണക്കോട്ടകളെയും തകർത്ത് വിജയശ്രീലാളിതനായിരിക്കുന്ന പിണറായി വിജയൻ ഇപ്പോഴിതാ അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തി. എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ച് സ്വർഗസ്ഥനായിരിക്കുന്നു. എന്തൊരു ആവേശമാണ് നമ്മുടെ കഴുത്തുളുക്കു മന്ത്രിക്ക്. ചാനലിലിരുന്ന് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രം ഉറപ്പായും തോൽക്കുന്ന കോട്ടയം സീറ്റ് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സഖാവ് K അനിൽകുമാർ ഇങ്ങനെ എഴുതി, ED റെയ്ഡിന്റെ രാഷ്ട്രീയം. VD സതീശൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല CMRL കമ്പനിയിൽ നിന്നും കള്ളപ്പണം കൈപ്പറ്റി എന്ന് സമ്മതിച്ചിട്ടും ചെന്നിത്തലയുടെ വീട്ടിൽ റെയ്ഡില്ല. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം കൈപ്പറ്റിയെന്ന വസ്തുത സമ്മതിച്ചിട്ടും ലീഗ് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡില്ല. ഉമ്മൻചാണ്ടിയും കരിമണൽ കമ്പനിയിൽ നിന്നും പണം കടത്തിയെങ്കിലും കോൺഗ്രസിന് അക്കൗണ്ടിൽ ആ പണമില്ല. പുതുപ്പള്ളിയിൽ റെയ്ഡില്ല. കുഞ്ഞാലിക്കുട്ടിയും BJP-യും കരിമണൽ കർത്തയും തമ്മിൽ എന്ത് ബന്ധം? VD സതീശൻ കെട്ടിപ്പിടിച്ച് ഹരിയസ് കർത്തയില്ലേ? ലോക് ഭവനിൽ BJP സംസ്ഥാന കമ്മിറ്റി നിന്ന് ലോക് ഭവൻ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ. അയാളെ പിണറായി കെട്ടിപ്പിടിക്കുന്നത് പോകട്ടെ, കൈ കൊടുക്കുന്നത് നമ്മൾ കാണില്ല. ഹരിയസ് കർത്തയുടെ ഒരു FB പോസ്റ്റ് ഉണ്ട്. ജന്മഭൂമിയിൽ കരിമണൽ കമ്പനിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ലേഖനം എഴുതിയതിനെ ചീഫ് എഡിറ്ററായിരുന്ന ഹരിയസ് കർത്തയെ പുറത്താക്കി. ഒരു മാധ്യമത്തിനും ഈ വാർത്ത വേണ്ട. കരിമണൽ കമ്പനിയിൽ നിന്നും മാധ്യമങ്ങൾ കോടികൾ കള്ളപ്പണമായി കടത്തി. അതും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ED വന്നതോ? പിണറായിയുടെ മകൾ വീണയുടെ കമ്പനി ഒരു നിയമാനുസൃത കരാർ പ്രകാരം 3 കൊല്ലം ബാങ്ക് അക്കൗണ്ട് വഴി 1.72 കോടി രൂപ CMRL കമ്പനിയിൽ നിന്നും കൈപ്പറ്റി ടാക്സും യഥാസമയം അടച്ചിരുന്നു. മതിയായ സ്ഥാപനം കിട്ടിയിരുന്ന CMRL നൽകിയ സത്യവാങ്മൂലം തള്ളിയാണ് സേവനം കൊടുത്തില്ല നുണ വീണയ്ക്ക് നോട്ടീസ് നൽകി. ഇങ്ങനെ വിശദമായി പോവുകയാണ്. ഈ സഖാവ് മറന്നു പോകുന്ന കാര്യം, കരിമണൽ കർത്തയിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റാത്തതായി ആരുമില്ല. PV-യും RC-യും OC-യും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട്.
എന്നാൽ അവരൊക്കെ പാർട്ടിയുടെ സംഭാവനയായി കൈപ്പറ്റി രസീതും കൊടുത്തു. എന്നാൽ പിണറായി മാത്രം തൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് കൈപ്പറ്റിയിട്ട് അതിന് ബില്ല് കൊടുത്ത് ടാക്സും GSTയും അടച്ച് നിയമപരമാക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവരൊന്നും പണം വാങ്ങിയതിന് തെളിവില്ല. എന്നാൽ വീണ കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട് പിണറായിക്ക് വേണ്ടി. ആ അതിബുദ്ധിയാണ് വീണയെ കുഴപ്പത്തിലാക്കിയതെന്ന് ഇവർ മറന്നുപോകുന്നു. എന്തായാലും CPMന്റെ നിലവിളിയാണ് എങ്ങും, സങ്കടത്തിന്റെ പെരുമഴയാണ് എല്ലായിടത്തും. തോൽവിയുടെ ആഘാതം മാറുന്നതിന് മുമ്പുണ്ടായ ഇരുട്ടടിയിൽ എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും വീണയ്ക്കും എന്തു സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. അവർ അടച്ചിട്ട ആ വീടിനുള്ളിൽ EDയുടെ മുമ്പിലിരുന്ന് വിയർക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്.